സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിശക്തമായി പ്രകടമാക്കുവാൻ സ്വർഗം നമുക്ക് നൽകിയ ഒരു ആയുധമാണ് തുതി ആരാധന എന്ന് പറയുന്നത്. ഹല്ലേലൂയ എന്ന് ജീവനോടെ പറയാമോ? ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങളിവിടെ കടന്നു വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകാം. പല പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകാം. കുടുംബത്തിൽ മക്കളുടെ വിവാഹം നടക്കുന്നില്ല, മക്കൾ ഉണ്ടാകുന്നില്ല, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, നിരന്തരമായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ പ്രശ്നത്തിൻ്റെ മേൽ ഇടപെടും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു പ്രശ്നത്തിൻ്റെ മേൽ ഇടപെട്ടാൽ കാര്യങ്ങൾ എളുപ്പമായി. സ്നേഹമുള്ളവർ, അതുകൊണ്ട് ഓരോ ദൈവാരാധനയും സ്തുതിപ്പും കർത്താവിൻ്റെ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും കൊണ്ടുവരുവാൻ കഴിവുള്ളതാണ്. ആ ബോധ്യത്തോടെ നമ്മൾ തുടർന്ന സമയങ്ങളിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. ബ്രദർ മാത്യു PD സഹോദരനാണ് അടുത്ത ഈ പ്രേസ് മെമ്പർഷിപ്പിൽ നമ്മളെ സഹായിക്കുന്നത്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് വലിയ ആനന്ദത്തോടെയും സന്തോഷത്തോടെയും നമ്മളിരിക്കുന്ന ഏതാനും സമയങ്ങളാണ് നമ്മളിവിടെ ഉള്ളത്. ഈ സമയങ്ങളിൽ പൂർണ്ണ ഹൃദയത്തോടെ നമ്മളെ ശുശ്രൂഷയിൽ പങ്കുചേരാൻ നിങ്ങളെ ഓരോരുത്തരും ക്ഷണിക്കുകയാണ്. മാത്യു ബ്രദറിനോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ യേശുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങിയ യേശുവിനെ ആരാധിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമശക്തി നമുക്കറിയാം, ഒരു രോഗപീഠകളിൽ അത് സൗഖ്യമാണ്. ഒരു ബന്ധിതമായ ആത്മാവിനത് വിമോചനത്തിൻ്റെ അനുഭവമാണ്. ഒരു തകർന്ന ഹൃദയത്തിന് അത് വളരെ ആശ്വാസത്തിൻ്റെ നിമിഷമാണ്. മറിച്ച് ആ വ്യക്തിയിലേക്ക് കർത്താവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്ന സമയമാണ് നമ്മൾ യേശുവിനെ ആരാധിക്കുന്ന സമയം. വലതുകരെടുത്തെന്ന് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-18 തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ദൈവഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ പറയാം ഹല്ലേലൂയ. കരമൊന്ന് വീശി പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ച വ്യക്തിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് നോക്കി സ്നേഹപൂർവ്വം പുഞ്ചിരിച്ചിട്ട് ആ വ്യക്തിയുടെ വചനം ഒന്ന് പറയാമോ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഹല്ലേലൂയ. വലതുകരെടുത്ത് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി എന്ന് പറയാം ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ സ്വർഗം പറഞ്ഞു തന്ന വഴിയാണ് നിങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, അവിടുത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ചിട്ട് ആ വ്യക്തിയോടൊന്ന് പറഞ്ഞേ, കർത്താവിനെ നന്നായിട്ടൊന്ന് സ്തുതിക്കണം ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ. പ്രിയമുള്ളവരെ, നാം ഇവിടെ ആരാധിക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മോട് ചേർന്ന് 7 വൻകരകളിലിരുന്ന്, അനേക രാജ്യങ്ങളിലിരുന്ന്, അനേക വ്യക്തികൾ, കുടുംബങ്ങൾ, ദേശം മുഴുവൻ നമ്മോട് ചേർന്ന് ആരാധിക്കുകയാണ്. ആ ബോധ്യത്തോടെ വലതുകരെടുത്ത് പറയാം ഹല്ലേലൂയ. കരങ്ങൾ വീശി പറയുന്നു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ യേശുവിനെ യേശു ഏക രക്ഷകനാണ്. യേശു നമ്മുടെ ദൈവമാണ്. യേശു സർവശക്തനാണ്. നാം ആരാധിക്കുന്നത് ഒരു വ്യക്തിയെ അല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 16 നമ്മൾ വായിക്കുന്നുണ്ട്, പൗലോസും സീലാസും ബന്ധനത്തിൽ കിടക്കുക. അവരപ്പോഴും എന്ത് ചെയ്തത്? അവർ പരാതി പറയുകയല്ല, പിറുപിറുക്കുകയല്ല, യേശുനാമത്തെ പ്രതി ഏറ്റ സഹനത്തെ പ്രത്യേകിച്ച് സങ്കടപ്പെടുകയില്ല, മറിച്ച് അവർ അവിടെ കടന്നുകൊണ്ട് കീർത്തനം പാടി
പാടി പാടി അവർ ദൈവത്തെ ആരാധിച്ചു. അവരുടെ ആരാധനയിലേക്ക് ദൈവശക്തി ഇറങ്ങി വന്നു. കർത്താവ് എഴുന്നള്ളി വന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. ബന്ധിതരെല്ലാം വിമോചിതരായി. പ്രിയമുള്ളവരെ, ഇതാണ് ആരാധനയിൽ ഒരു വ്യക്തിയിൽ, ഒരു കുടുംബത്തിൽ, ഒരു ദേശത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് യേശുവിനെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുക. ഒന്ന് കണ്ണുകളടയ്ക്കാമോ? കണ്ണുകളടച്ച് കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. ഒരുപക്ഷെ ഈ സമയങ്ങളിൽ പ്രിയമുള്ളവരെ, ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത വിധം ഹൃദയത്തിൽ വലിയ സങ്കടം, വലിയ വേദന, വലിയ നിരാശയുടെ അനുഭവങ്ങളിലൂടെ ഒക്കെ പോകുന്ന വ്യക്തികളുണ്ടാകും. ചില കുടുംബങ്ങൾ അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. വ്രണിതമായ ഹൃദയത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരുണ്ടാകാം. അനേക ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ ഓർമ്മകളിൽ നെടുവീർപ്പോടെ നിൽക്കുന്നവരുണ്ടാകാം. ചിലർ ചിന്തിക്കുന്നു, ദൈവമേ, ഒന്ന് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിക്കും? എങ്ങനെ ഞാൻ ദൈവത്തെ സ്തുതിക്കും? എങ്ങനെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും? പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? ആത്മാർത്ഥതയോടെ, സ്നേഹത്തോടെ യേശുവേ, യേശുവേ, യേശുവേ എന്ന നാമത്തെ വിളിക്കാമോ? ആ നാമം വിളിക്കുമ്പോൾ സ്വർഗത്തിൽ മാലാഹമാർ, വിശുദ്ധന്മാർ, പരിശുദ്ധ കന്യാമാതാവ് യേശു ക്രിസ്തുവിനെ സാഷ്ടാംഗം വീണ് ആരാധിക്കും. സ്വർഗം ഒന്നായി ചേർന്ന് നിനക്ക് വേണ്ടി ആരാധന ആരംഭിക്കും. പ്രിയമുള്ളവരെ, നിന്നെ ഞെരക്കുന്ന സകല നാരീയ പീഡകളുടെ വഴികളും ആ സമയം യേശു ക്രിസ്തുവിനാൽ അടയ്ക്കപ്പെടും. നിന്റെ ഞെരുക്കങ്ങളിൽ നിനക്കൊരു വിടുതലുണ്ട്. നിന്റെ തകർച്ചകളിൽ നിനക്കൊരു വിമോചനമുണ്ട്. നിന്റെ സങ്കടങ്ങളിൽ കർത്താവിൻ്റെ ശക്തി ഒരു പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന അനുഭവമുണ്ട്. അതിനാൽ പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ ഇരു കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താമോ? യേശുവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും കരമുയർത്തുന്നു. ദൈവം തന്ന കരം, ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ കരമൊന്നുയർത്തി ദൈവം തന്ന ശബ്ദം യേശുനാമത്തെ ഒന്ന് വിളിക്കുവാൻ ആദരം തുറന്ന് എല്ലാവരും യേശുവേ, യേശുവേ എന്നൊന്ന് വിളിച്ച് ആരാധിക്കുക. മറ്റൊന്നും നിങ്ങൾ വിളിക്കുന്നില്ല. യേശുവേ എന്നൊന്ന് വിളിക്കുക. സർവ സൈന്യാധിപനായ ദൈവം എന്നേക്കും വാഴ്ത്തപ്പെട്ട നാമമാണ് യേശുവെന്ന് റോമ 9:5 സാക്ഷ്യപ്പെടുത്തുന്നില്ലേ? സർവസൈന്യാധിപനായ നാമം, എന്നേക്കും വാഴ്ത്തപ്പെട്ട നാമം. ആ യേശുവിനെ വിളിക്കുക. കുടുംബമായി ആരാധിക്കുക. കുടുംബം ചേർന്ന് ആരാധിക്കുക. നിങ്ങളിപ്പോൾ ലോകത്തിന്റെ ഏത് കോണുകളായിക്കൊള്ളട്ടെ, ഈ ആരാധനയോട് ചേർന്ന് പ്രിയ സഹോദര, സഹോദരി, യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് ആരാധിക്കാമോ? യേശുനാമത്തിന്റെ ശക്തി, ബന്ധനങ്ങൾ തകർക്കുന്ന ശക്തി, വിടുതലിന്റെ ശക്തി, രോഗസൗഖ്യത്തിന്റെ ശക്തി ഈ ആരാധനയിൽ നിന്റെ മേൽ വ്യാപരിക്കും. സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടും. യേശുവിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി, അത്ഭുത വിടുതലിന്റെ ശക്തി ഈ രാത്രിയിൽ നിന്നെ വാരിപ്പുണരും. പ്രിയരെ, അവനെ ആരാധിക്കുക. സ്നേഹത്തോടെ അവനെ ആരാധിക്കുക. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 എന്റെ യേശുവേ, എന്റെ കർത്താവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ, ഞങ്ങളുടെ നൊമ്പരങ്ങളിൽ, ഞങ്ങളുടെ പരാജയങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ യേശുവേ, എന്റെ യേശുവേ, ഞങ്ങളങ്ങെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. നിന്റെ നാമശക്തിയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. സ്വർഗത്തോട് ചേർന്ന് ആരാധിക്കുന്നു. മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ആരാധിക്കുക. വലിയവരും ചെറിയവരും ആരാധിക്കുക. ദൈവത്തിന്റെ ദാസനും ദാസിയും അവിടുത്തെ ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നിന്റെ അടുത്തുണ്ട്. യേശു ഈ ആരാധന നിന്റെ ജീവിതത്തെ കടന്നു വരും. ആ യേശുവിനെ കണ്ട് ആരാധിക്കുക. യേശുവേ, ഈശോയേ, ഈശോയേ, യേശുവേ, 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 നാരീയലോകം ഞെട്ടിവിറക്കുന്ന നാമം, രാജ്യങ്ങൾ വിലപോട്ട നാമം, ഭരണാധികൾ ഞെട്ടിവിറച്ച നാമം, യേശുവെന്ന അത്ഭുത നാമം, അത്ഭുതമൊഴുകുന്ന നാമം, യേശുനാമം. ആ നാമത്തെ ആരാധിക്കുക. ഈശോയേ,
യേശുവേ, രോഗക്കിടക്കയിൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കടബാധിതകളിൽ യേശു ശക്തി കടന്നു വരട്ടെ. കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടട്ടെ. ലോകം വിശദീകരിക്കപ്പെടട്ടെ. യേശുവേ, യേശുവേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഓ രാജാതിരാജ, ദേവാതിദേവ, സൈന്യങ്ങളുടെ കർത്താവേ, ഇസ്രായേലിന്റെ പരിശുദ്ധ മഹോന്നതനായ ദൈവമേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു കർത്താവേ, നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു യേശുവേ. യേശുവേ, നിന്റെ നാമത്തെ ഞങ്ങൾ പുകഴ്ത്തിയിടും കർത്താവേ. യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, ഞങ്ങളുടെ വീണ്ടെടുപ്പിന്റെ ചാരമേ യേശുവേ, ഈശോയേ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ആ നാമത്തെ നമുക്ക് ആരാധിക്കാം. യേശു നാമത്തെ ഹൃദയം സമർപ്പിക്കുക, ജീവിതം സമർപ്പിക്കുക, നമ്മളെ പൂർണ്ണമായി വിട്ടുകൊടുത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഈ ആരാധനയിൽ ലയിക്കണം. നമ്മുടെ ശരീരങ്ങളെ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് യഥാർത്ഥമായ ആരാധന എന്ന അപസ്തോലൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. മനസ്സും ശരീരവും ആത്മാവും ചേർന്ന് ഒന്ന് ചേർന്ന് നമ്മൾ പാടി ആരാധിക്കുകയാണ്. പുകഴ്ത്തിയിടാം യേശുവിനെ, കുരിശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യൻ. കരങ്ങളൊന്ന് താളത്തിലടിച്ച് പരസ്പരമൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് സ്നേഹത്തോടെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആരാധന. യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പാടാം. യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. കരങ്ങളൊന്ന് ഉയർത്തിയടിച്ച് ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളെ കരങ്ങളൊന്നടിക്കാമോ? ഇടതുവശത്തേക്കും വലതുവശത്തേക്കും കരങ്ങളൊന്നടിച്ച് അതിന് തക്കവണ്ണം കാലുകളൊക്കെ ഒന്ന് മാറ്റി ചവിട്ടി എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്ത് ആരാധിക്കുക. പ്രിയമുള്ളവരെ, ഏകരക്ഷകനായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നാം വിശ്വസിക്കുന്ന യേശു അവനാണ് ലോകരക്ഷകൻ, ഏകരക്ഷകൻ അവനാണ്. ആ കർത്താവിനെയാണ് ആരാധിക്കുന്നത്, ആ ദൈവത്തെയാണ് നമ്മൾ മഹത്വപ്പെടുത്തുന്നത്. ആ ബോധ്യത്തോടെ, വലിയ സന്തോഷത്തോടെ, ഉണർവോടെ നന്നായി കാലുകളൊക്കെ മാറ്റിച്ചോട്ടെ. ആമേൻ, ആമേൻ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. കരങ്ങൾ ഉയർത്തിയടിച്ച് ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ,
ആരിലും ഉന്നതനേ. കരങ്ങൾ താഴ്ത്തിയടിച്ച് പ്രിയമുള്ളവരെ സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായവനെ. ഈ ആരാധനയെ നാം ലോകത്തോട് പറയുകയാണ്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എന്റെ ഏറ്റവും പ്രിയ യേശുവാണ്. പ്രിയരെ, ആ ബോധ്യത്തോടെ നമ്മൾ അവിടുത്തെ ആരാധിക്കണം, യേശുവിനെ സ്നേഹിക്കുക. യേശുവിനെ ഏറ്റവും പ്രിയനായവേ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യരേ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യരേ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. യേശുവിനെ അധികാരമുള്ളവനെ, യേശുവിനെ കണ്ടുകൊണ്ട് വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. കരങ്ങളുയർത്തി ആരിലും ഉന്നതനായവനെ, ആരാധനയ്ക്കും സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവനെ യേശുവിനെ ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. യേശുവേ, ആമേൻ ആമേൻ. യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, എന്റെ യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി യേശുവേ. യേശുവിനെ ആരാധിക്കുക പ്രിയമുള്ളവരെ, പ്രിയമുള്ള എല്ലാവരും ചേർന്ന് യേശുവേ എന്ന് വിളിച്ച് എല്ലാവരും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അങ്ങല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല കർത്താവേ, അങ്ങല്ലാതെ ഒരു ദൈവം എനിക്കില്ല. എന്റെ യേശുവേ, എന്റെ യേശുവേ, എന്റെ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ, യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പരിപൂർണ നിശബ്ദതയിലെ ഹൃദയത്തിൽ ഈശോയെ ആരാധിക്കാം. കണ്ണുകൾ അടച്ച് കർത്താവിനെ മാത്രം കൺമുമ്പിൽ കാണുക. ഈശോയെ സ്നേഹിക്കുക. ഈശോയെ, ഞാനങ്ങേ സ്നേഹിക്കുന്നു കർത്താവേ, ഞാനങ്ങേ ആരാധിക്കുന്നു കർത്താവേ. എൻ്റെ ജീവനും ജീവിതവും ഒരു ആരാധനയായി സമർപ്പിക്കുകയാണ്. എല്ലാവരും ഹൃദയത്തിൽ ആരാധിക്കുക, നന്ദി പറയുക. സ്നേഹത്തെ ഓർക്കുക, ആ സ്നേഹത്തെ നീ ഓർക്കുക, അവനെ മറക്കരുതേ. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ സാന്നിധ്യം നിന്റെ അടുത്തുണ്ട്. യേശു നിന്നെ സ്നേഹിക്കുന്നു. പ്രിയ മകനെ, മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഈ ലോകം നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ടവർ നിന്നെ സ്നേഹിക്കാത്തതുണ്ടാകാം, അവഗണിച്ച് കടന്നുപോയിട്ടുണ്ടാകാം. യേശു നിന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം ഒന്ന് അനുഭവിക്കുക. ഈശോയോട് പറയാമോ, കർത്താവേ, ഞാനും അങ്ങയെ സ്നേഹിക്കുകയെ, ഞാനും അങ്ങയെ സ്നേഹിക്കുന്നു കർത്താവേ. ഈശോയെ നന്ദി. ആ സ്നേഹത്തിൻ്റെ നിറവിലും തികവിലും ചേർന്ന് നിന്ന് ഹൃദയത്തിൽ അവിടുത്തെ ആരാധിക്കുക. അവിടുന്ന് നൽകിയ നന്മകളെല്ലാം ഒന്നോർത്ത് 103-ാം സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നില്ലേ, എൻ്റെ ആത്മാവേ നീ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ വിശുദ്ധ നാമത്തെ നീ പുകഴ്ത്തുക.
അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും നീ മറക്കരുത്. നന്ദിയോടെ നിൽക്കാമോ പ്രിയമുള്ളവരെ? യേശുവിനെ കൺമുമ്പിൽ കണ്ട ഹൃദയത്തിൽ നന്ദിയോടെ അവൻ്റെ മുമ്പിൽ നിന്ന് നിൽക്കാമോ? ജനിച്ച നാൾ മുതൽ ഇന്നോളം പരിപാലിച്ച ദൈവത്തിൻ്റെ കരം, കൂടെ നിന്ന കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മളെല്ലാം വളർത്തി വലുതാക്കിയ ദൈവത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തെയും കാരുണ്യത്തെയും ഹൃദയം കൊണ്ടൊന്ന് ഓർത്തെടുക്കാമോ? ഈശോയോട് പറയാം, നന്ദിയല്ലാതെ എന്തുണ്ട് കർത്താവേ നിന്നോട് എനിക്ക് പറയുവാൻ? എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറയും. ദൈവത്തെ സ്നേഹിക്കും. തമ്പുരാനോട് പറയാം, നന്ദിയുണ്ട് ദൈവമേ, നന്മകൾക്കായി എന്നും ഉള്ളതെല്ലാം നിന്റെ ദാനമാ കർത്താവ്. ജീവകാലം മുഴുവൻ ഞാൻ അങ്ങേ നാമത്തെ വാഴ്ത്തിടുന്നു. ഉള്ളത്തിലൊരു തീരുമാനം വന്ന് നിറയട്ടെ. തമ്പുരാനോടുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി കർത്താവേ നന്ദിയോടെ ജീവിക്കും. ജീവകാലം മുഴുവൻ ഞാൻ നന്ദിയോടെ സ്മരിക്കും കർത്താവേ. വലിയ ബോധ്യത്തോടെ ഹൃദയത്തോടൊന്ന് കരങ്ങൾ ചേർത്ത് വെച്ച് കർത്താവിൻ്റെ തിരുമുഖം കൺമുമ്പിൽ കണ്ട് സ്നേഹപൂർവ്വം നമുക്ക് ഒരിക്കൽ കൂടി പാടി ആരാധിക്കും. എൻ്റെ ദൈവമേ നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ ഉള്ളതെല്ലാം നിന്ദാനം ജീവകാലം വാഴ്ത്തിടുമേ. ചേർന്ന് പാടാമോ? പ്രിയമുള്ളവരെ, സ്നേഹത്തോടെ ഓർത്ത് ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തിയ എത്രയോ വലിയ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. ഓർമ്മിച്ചെടുത്താൽ ഒരു ആയുസ് പോലും നന്ദി പറഞ്ഞു തീർക്കുവാൻ പറ്റാത്ത വിധം ദൈവം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം നന്മകൾ കൊണ്ട് നിറച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴുണ്ടാകുന്ന വലിയ മാരകമായ രോഗങ്ങൾ, വൈദ്യശാസ്ത്രം പോലും കൈവിട്ട ചില നിമിഷങ്ങൾ, അപ്രതീക്ഷിതമായി ഒന്നിനു പിറകെ ഒന്നായിട്ടുണ്ടായ ദുരന്തങ്ങൾ, ചില തകർച്ചകൾ, അപകടങ്ങൾ, പ്രിയമുള്ളവരെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന പോകുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? പ്രാണൻ പോലും ചോർന്നു പോകുന്നു എന്ന് തോന്നിയ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് പ്രാണന്റെ വേർപാട് പോലും കൺമുമ്പിൽ കണ്ടുനിന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്നാൽ യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിലേക്ക് അവരെ സമർപ്പിച്ചപ്പോൾ, യേശുവിനെ ഹൃദയം തുറന്നൊന്ന് വിളിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ എത്രയോ പ്രതിസന്ധികളുടെ ദുർഘട അവസ്ഥകളിലേക്ക് കർത്താവ് കടന്നു വന്നു. അവൻ്റെ സന്നിലേക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്താമോ? നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അത്ഭുതകരമായ മരണകരമായ അനുഭവങ്ങളിൽ നിന്നെ വീണ്ടെടുത്ത, തകർച്ചകളിൽ നിന്ന് നിന്നെ ഉയർത്തിയ, നിന്റെ പരാജയങ്ങളിൽ കടന്നു വന്ന് ജീവിതത്തെ അനുഗ്രഹിച്ച കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ്റെ യേശുവേ, ആരാധന ദൈവമേ. എൻ്റെ ജീവനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. പ്രതികൂലങ്ങളെ ഓർത്ത് ആരാധിക്കുന്നു കർത്താവേ. നയിച്ച വഴികളെ ഓർത്ത് നന്ദി പറയുന്നു. നീയാണ് എൻ്റെ സർവസ്വം കർത്താവേ, നീയാണ് എൻ്റെ തുണ. നീ അല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല കർത്താവേ. ഞാനെങ്കിൽ ആരാധിക്കുന്നു ദൈവമേ, നന്ദി. ഹല്ലേലൂയ. ചേർന്ന് പാടാം. എത്രയോ പ്രാവശ്യമൻ പ്രാണൻ പോകാമായിരുന്നു, മിഴികളും നിറഞ്ഞൊഴുകി കർത്താവേ. എത്രയോ പ്രാവശ്യമൻ യേശുവേ പ്രാണൻ പോകാമായിരുന്നു,
അതെ കർത്താവേ, മിഴികൾ നിറഞ്ഞൊഴുകി പാദങ്ങൾ തളർന്നു പോയി. എത്രയോ പ്രാവശ്യമെൻ പ്രാണൻ പോകുമായിരുന്നു. മിഴികൾ നിറഞ്ഞൊഴുകി പാദങ്ങൾ തളർന്നു പോയി. എങ്കിലും നിന്ദയയാലേ ഞാനിന്നും ജീവിക്കുന്നു. എങ്കിലും നിന്ദയയാലേ ഞാനിന്നും ജീവിക്കുന്നു. ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് പാടാമോ? നീയുണ്ട് ദൈവമേ, നന്മകൾ മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിന്ദാനം. കാലം വാഴ്ത്തിയിടുമേ, ഉള്ളതെല്ലാം നിന്റെ ഉള്ളതെല്ലാം നിന്ദാനം. കാലം വാഴ്ത്തിയിടുമേ. കരങ്ങൾ വീണ്ടും നെഞ്ചോട് ചേർത്ത് യേശു കർത്താവിനെ വീണ്ടും ആരാധിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ അവനെ ആരാധിച്ചു കൊണ്ടിരിക്കുക. എത്രയോ പ്രാവശ്യം യേശു നിന്റെ സഹയാത്രികനായി കടന്നുപോകും. എത്രയോ പ്രാവശ്യം അവൻ നിന്റെ സങ്കടങ്ങളുടെ കൂട്ടൊരുപ്പുകാരനായി യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളിൽ തുണയായി നിന്നത് യേശു മാത്രമല്ലേ? ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെ ഓർമ്മയിലില്ലേ? ജീവിതത്തിൽ പരാജയപ്പെട്ട് കയ്പിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളോടെ കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, യേശു സഹയാത്രികനായി വന്നതുകൊണ്ടല്ലേ ഇന്ന് എന്റെയും നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. ഇന്ന് നല്ല ജോലികളിലേക്ക്, അനേക പൊസിഷനിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ, ലോകം നമ്മെ ചവിട്ടി താഴ്ത്തിയപ്പോ ദൈവം നമ്മുടെ സഹയാത്രികനായി യേശു നമ്മുടെ കൂടെ നടന്നതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ ജീവിതം ഉയർത്തപ്പെട്ടത്. ഇന്ന് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെ ശുശ്രൂഷ മേഖലയിൽ, ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിൽ, നമ്മുടെ കാർഷിക മേഖലയിൽ, നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശു നിന്റെ സഹയാത്രികനായതുകൊണ്ടല്ലേ. ആ യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്താമോ? യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി ആ യേശുവിനെ ഒരിക്കൽ കൂടി ആരാധിക്കാം. യേശുവേ, പ്രിയമുള്ളവരെ, ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിന്നെ നയിച്ചത്, അനേക രാജ്യങ്ങളിലേക്ക് നിന്നെ കൊണ്ടുപോയത് നിന്നെ യേശുവല്ലാതെ മറ്റാരുമല്ല. അവൻ നിന്റെ സഹയാത്രികനാണ്. ആ യേശുവിനെ ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ, ആരാധന ദൈവമേ. കരങ്ങൾ താഴ്ത്തി വീണ്ടും ചേർന്ന് പാടി ആരാധിക്കുക. എത്രയോ പ്രാവശ്യം ഈശോയെ, അങ്ങ് മാത്രമായ എൻ്റെ സഹയാത്രികനായി വന്നത്. അങ്ങനെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഓ ദൈവമേ, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റും. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ജീവിതം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ സഹയാത്രികനായത്, കഷ്ടതയിൽ അങ്ങ് ഞങ്ങൾക്ക് തുണയായതുകൊണ്ട് നന്ദിയോടെ വീണ്ടും പാടി പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി പറയുന്ന കർത്താവേ, എത്രയോ പ്രാവശ്യമെൻ സഹയാത്രികനായി വന്നു. കഷ്ടതയിൽ തുണയായി ധൈര്യവും പകർന്നേകി. യേശുവേ, സഹയാത്രികനായി വന്നു. കഷ്ടതയിൽ തുണയായി
നിത്യാഗമതാ ഞാനിന്നും ജീവിക്കുന്നു. ക്രൂശിലെ നിത്യാഗമതാൽ ഞാനിന്നും ജീവിക്കുന്നു. ഇരുകരങ്ങൾ ഉയർത്തി ചേർന്ന് പാടാം. നീയുണ്ട് ദൈവമേ, നന്മകൾക്കായെന്നുമേ ഉള്ളതെല്ലാം നിൻ ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ, ഉള്ളതെല്ലാം ഉള്ളതെല്ലാം നിൻ ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ, ഉള്ളതെല്ലാം നിൻ ദാനം. ജീവകാലം വാഴ്ത്തിയിടുമേ. സ്വന്തം വിട്ടുകൊടുത്തൊന്ന് ആരാധിക്കാം. ഇരുകാരങ്ങളും ഉയർത്തി ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം യേശുവെ ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, എൻ്റെ കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഉയർത്തി ആരാധിക്കുക കർത്താവേ. എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറയുക. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ